ഇതേ 2 ചീനിക്കിഴങ്ങ് മുളപ്പിച്ച് എടുത്തിരിക്കുന്നതാണ്. ഇതാ കണ്ടോ, മധുരക്കിഴങ്ങ് അറിയാമല്ലോ. അപ്പോൾ ഇത് മുളപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ നടുന്നത്. കൃഷി ചെയ്യാനായിട്ട് നമ്മൾ നടുന്നത് ഇങ്ങനെ മുളപ്പിച്ചെടുത്തതിന് ശേഷമാണ്. ഇതാ മുള വന്നിട്ടുണ്ട്. ഇനി ഇതിനെ മണ്ണിൻ്റെ അടിയിൽ ഇങ്ങനെ നമുക്കൊന്ന് കുഴിച്ച് വയ്ക്കാവേ. ഇതാ ഇതുപോലെ മണ്ണിൽ കുഴിയെടുത്തിട്ട് ഇങ്ങനെ നമുക്കൊന്ന് കുഴിച്ച് ഇങ്ങനെ അങ്ങ് ഇട്ടിരുന്നാൽ ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ, ഒരാഴ്ച വേണ്ട, ഒരു 3-4 ദിവസം കഴിയുമ്പോൾ തന്നെ ഇതിന് ഇലകളെല്ലാം ഉണ്ടായി പടർന്ന് തുടങ്ങും. ഓക്കെ, ഒന്ന് മാറ്റിയിരിക്കാം. ഇതാ കണ്ടോ, ഒരാഴ്ച കഴിയുമ്പോൾ നമുക്ക് നോക്കാവേ. ഇതാ ഒരാഴ്ച കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ടോ, ഇലകളെല്ലാം വിട്ട് പടർന്ന് തുടങ്ങിയിരിക്കുന്നു. ഇനി ഇതിനെ നമുക്ക് പടർത്തി അങ്ങോട്ട് മണ്ണിലോട്ട് വിടാം. പിന്നെ നമ്മുടെ ഈ മധുരക്കിഴങ്ങ് ഒരു കാരണവശാലും നമുക്ക് ഗ്രോ ബാഗിലോ ബക്കറ്റിലോ നടാൻ പറ്റത്തില്ല. കാരണം ഇത് വള്ളിയായിട്ട് പടർന്നു പോകും. ഈ പടർന്നു പോകുന്ന വള്ളിയിൽ നിന്നാണ് വേര് വന്നിട്ട് അതിൽ കിഴങ്ങ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് എവിടെയെല്ലാം പടർന്നു പോകുമ്പോൾ അവിടെയെല്ലാം വേര് ഉറച്ച് ആ വേര് വലുതായാണ് കിഴങ്ങായിട്ട് മാറുന്നത്. അതുകൊണ്ട് നമുക്ക് ബക്കറ്റിലോ ഗ്രോ ബാഗിലോ ഒന്നും ഈ ചീനിക്കിഴങ്ങ് നടാൻ പറ്റുകയില്ല. അതാണ്ടോ നല്ലവണ്ണം ഇലയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരാഴ്ച കൂടെ കഴിയുമ്പോൾ ഇതെല്ലാം പടരാൻ തുടങ്ങും. അപ്പോൾ അത് പടർന്നു കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ, ബൈ.